കഴിച്ചു. എല്ലാ വിഷമങ്ങൾക്കിടയിലും ദർശന അതൊന്നും ഇതുവരെ തെറ്റിച്ചിട്ടില്ല. അവള് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾ ആരാ ഇതുപോലെ ശ്രദ്ധിക്കാനുള്ളത്? അവൾ അങ്ങനെയൊന്നും നമ്മളെ വിട്ടു പോവില്ല. അതിനവൾക്ക് കഴിയേയില്ല. ഗീതമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. പിന്നെ മുഖപുരി ഒന്നും വേണ്ട. ഗീതമ്മയുടെ മോളുടെ ഹൽദി ചടങ്ങ് തുടങ്ങണ്ടേ? അതൊന്നും വേണ്ടാന്ന് അന്നേ ഞാൻ എടുത്തിയോട് പറഞ്ഞതാ. തറവാട്ട് ക്ഷേത്രത്തിൽ വെച്ച് സിമ്പിളായിട്ടൊരു കല്യാണം, അത്രയും ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. ഇതിപ്പോ എത്ര പണവാ ഈ കല്യാണത്തിനാണെന്ന് പറഞ്ഞ് ഒഴുക്കി കളയുന്നത്. എന്റെ മോന്റെ കല്യാണം എങ്ങനെ നടത്തിയോ അതുപോലെ തന്നെ ഇതും നടത്തണം. അതിനാ അതേ ഓഡിറ്റോറിയം തന്നെ ബുക്ക് ചെയ്തത്. വിശ്വേട്ടൻ എന്നോട് അവസാനമായി പറഞ്ഞത് ഗീതമ്മയുടെ കാര്യമാ. ഗീതമ്മയ്ക്ക് ഭർത്താവില്ലാത്തതുകൊണ്ട് ഒരു മനസ്താപവും തോന്നരുതെന്ന്. നമ്മുടെ മോനെ പോലെ നീ അവളെ വീണയല്ല, ഗീതമ്മയെ മോളെ പോലെ കരുതണമെന്ന്. ഞാൻ ഈ നിമിഷം വരെ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്, ഇല്ലേ? പിന്നെ വിശ്വേട്ടന്റെ ആഗ്രഹം പോലെ രൂപേഷിനെ കൊണ്ട് വീണയെ കെട്ടിക്കാൻ കഴിഞ്ഞില്ല. അതും എന്റെ തെറ്റല്ല. ഒരുമിച്ച് കളിച്ചു വളർന്നതുകൊണ്ട് രൂപേഷും അവളെ സഹോദരിയായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിന് ഞാനൊരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ. വീണയുടെ അന്നത്തെ സ്വഭാവവും പ്രകൃതവും ഒക്കെ വേറൊന്നായിരുന്നു. പിന്നെ രൂപേഷിന്റെ കല്യാണത്തിന്റെ അന്ന് എന്നെ മുറി പൂട്ടിയിട്ടതൊന്നും ഏട്ടത്തി മറന്നിട്ടില്ലല്ലോ. ഞാനന്ന് ആ കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടത്തി നടത്തി തന്നേനെന്ന് എനിക്കറിയാം. അന്ന് മുത്തശ്ശിയും എതിയും വരെ അതിനുവേണ്ടി വഴക്കിട്ടതുമല്ലേ. അന്നത് നടന്നിരുന്നെങ്കിൽ ദർശനെ പോലൊരു മരുമോള് ഈ വീടിന്റെ ഐശ്വര്യമായിട്ട് വന്നു കയറുവോ? രൂപേഷിനെ എന്നല്ല, ഈ വീട്ടിലെ എല്ലാവരെയും അവൾ എത്രമാത്രം സ്വാധീനിച്ചു, എങ്ങനെല്ലാം മാറ്റിയെടുത്തു. ഇപ്പൊ സംഭവിച്ചതൊന്നും സാരാക്കണ്ട. അവർക്കിടയില് നല്ല കെട്ടുറപ്പുള്ള ബന്ധമുണ്ട്. ഗീതമ്മ പറയാൻ വന്ന കാര്യം പറ. അത് മറ്റൊന്നുമല്ല, സമയമായപ്പോ എതിയും രഞ്ജിനിയും കൂടി ആ നിഖിലിനെ കൊണ്ട് സ്ത്രീധനം ചോദിപ്പിച്ചതൊക്കെ ഏട്ടത്തിക്ക് അറിയാലോ. ഏട്ടത്തി എല്ലാവരോടും തുല്യതയോടെ പെരുമാറുന്നതുകൊണ്ട് എല്ലാം അവരാവശ്യപ്പെടുന്നത് പോലെ ചെയ്തു കൊടുക്കാനുള്ള മനസ്സും കാണിക്കുന്നു. എല്ലാവരും ഏട്ടത്തിക്കുള്ളിലെ ആ നന്മ തിരിച്ചറിയുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. വിശ്വം ഫിനാൻസ് നിഖിലിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം എതി നല്ല മനസ്സോടെയാ തീരുമാനിച്ചെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ? വിശ്വേട്ടൻ അവനെ അന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ വിട്ടിട്ട് അവൻ പഠിച്ചോ? പണം കളഞ്ഞല്ലാതെ. അവൻ അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ലേ പവിത്രന് കമ്പനി ഭരണം ഏട്ടത്തി വിട്ടുകൊടുത്തത്. അവനതിന് അർഹതയില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് എതിക്കും ബോധ്യമുണ്ട്. ഈ ഫിനാൻസ് കമ്പനിയും ചിട്ടിയും പണയം എടുപ്പും അല്ലാതെ അവൻ എന്തറിയാനാ? അത് വെച്ച് അവന്റെ കഴിവിന്റെ പരമാവധി അത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോ ഏട്ടത്തിയെടുത്ത തീരുമാനം, ആ ചിട്ടിക്കമ്പനി നിഖിലിനെ ഏൽപ്പിക്കാനുള്ള തീരുമാനം, സ്വന്തം മോനായിട്ട് കൂടി അത് ഉൾക്കൊള്ളാൻ എതിക്ക് കഴിഞ്ഞിട്ടില്ല.